അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അറബിയുമ്മ അതൊരു സംഭവമാണ്. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് വേദനയും വിഷമവും അനുഭവിക്കുന്നവർക്ക് വേണ്ടി അറബിയുമ്മ ചെയ്തു കൊടുക്കുമാറായിരുന്നു. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെ. എന്തൊക്കെ തന്നെയാലും ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അറബിയുമ്മക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ കമൻറ്റിലായിട്ട് കണ്ടു ഞാൻ അറബിയമ്മ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അറബിയമ്മ എന്ന് വെച്ചാൽ അത് വെറും ഒരു കെട്ടുകഥയല്ല. അതെ, ശരിക്കും അൻസ്വാരി വനിതകളിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അറബിയമ്മ. അതായത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ടീമും മദീനയിലേക്ക് വരുന്ന സമയത്ത് അവരെ സ്വീകരിച്ച അൻസ്വാരികളിൽപ്പെട്ട ബീവിയാണ് അറബിയുമ്മ, അവരുടെ പുത്രിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ആതിഥേയം, അതായത് അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ വളരെയധികം നല്ല ഇഷ്ടവുമാണ്. അറബിയുമ്മയെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമായിരിക്കും അല്ലേ? എല്ലാവരെയും സംരക്ഷിക്കുകയും എല്ലാവർക്കും വീടും എല്ലാവർക്കും സ്വീകരണവും സാന്ത്വനവും ഒക്കെ നൽകുന്ന അറബിയുമ്മ. അതായത് അറബിയുമ്മയെ കണ്ടവരും ഉണ്ടാവും ചിലവരൊക്കെ അല്ലേ, ചില വീഡിയോകളിലൊക്കെ. അറബിയുമ്മ എന്ന് വെച്ചാൽ മദീനയിലാണ് താമസം. അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായിട്ട്, അതായത് ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുവാൻ ദൂരം അടുത്തായതുകൊണ്ട് പുതിയ വീട്ടിൽ താമസിക്കാതെ പഴയ ആ വീട്ടിൽ തന്നെയാണ് അറബിയുമ്മ താമസിക്കുന്നത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ, കേട്ടിട്ടുണ്ടാവും കുറച്ച് മുമ്പൊക്കെ. അതായത് ഷിഹാബ് ചോറ്റൂർ നടന്നുകൊണ്ട് ഹജ്ജിന് പോയ സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? അന്ന് അറബിയുമ്മയെക്കുറിച്ച് ഷിഹാബ് ചോറ്റൂർ പറയുന്നതായിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കഥകളും കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് മദീനയിലേക്കൊക്കെ ആരൊക്കെ വന്നു കഴിഞ്ഞാലും അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക, അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, അവർക്ക് അന്തി ഉറങ്ങാനുള്ള റൂമുകൾ, വിശേഷപ്പെട്ട ഫുഡുകൾ ഒക്കെ നൽകാനൊക്കെ അറബിയുമ്മ വളരെയധികം ഉഷാറായിരുന്നു. വലിയ പുതിയ കൊട്ടാരം പോലുള്ള വീടുണ്ട്, പക്ഷെ അവിടെയല്ല താമസിക്കുന്ന ഇഷ്ടം. എപ്പോഴും റൗള ഷെരീഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് റൗള ഷെരീഫിൻ്റെ അടുത്തുള്ള പഴയ വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോഴും. അതാണ് ഇഷ്ടം. പുതിയ വീടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പോകാൻ ഇഷ്ടമില്ലായിട്ടല്ല, പക്ഷേ എപ്പോഴും ഹബീബിൻ്റെ ചാരത്തേക്ക് പോകാൻ എളുപ്പമുള്ളതാണല്ലോ നമ്മളൊക്കെ തിരഞ്ഞെടുക്കുക അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ കണ്ടവരെല്ലാം പറയുന്നത് എന്താ, റബ്ബേ ആ ഒരു പച്ചക്കുബ്ബ കാണുന്ന സമയത്ത് റബ്ബേ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു സമയം, പഠിച്ചോനെ എൻ്റെ ഹബീബാണല്ലോ അവിടെ കിടക്കുന്നത് എന്നിങ്ങനെ നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് ഇങ്ങനെ ഹബീബിനെ ഇങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആ പച്ചക്കുബ്ബ കാണുമ്പോൾ എല്ലാവരുടെയും ഹൃദയം പൊട്ടി പോവത്രേ, എല്ലാവരും കരഞ്ഞു പോവത്രേ. എല്ലാവരും അറിയാതെ അങ്ങ് അത്രക്കും മനസ്സുലോലമായവരെല്ലാം കരഞ്ഞു പോകും ഹബീബിൻ്റെ പച്ചക്കുബ്ബ കണ്ടാൽ. അതെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാൻ, ആ ഹബീബിൻ്റെ ചാരത്ത് പോവാനും റബ്ബെ ഒത്തിരി കൊതിയുണ്ട്. റമളാനാണ് വരുന്നത്, 2-3 ദിവസങ്ങൾ റമളാനാണ്. റഹ്മാനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കല്ല. ഞങ്ങളിതിൽ ഒരുപാട് ആളുകൾക്ക് ഉംറക്ക് ആഗ്രഹമുള്ളവരുണ്ട്, ഹബീബിൻ്റെ റൗള ഷെരീഫ് കാണാൻ ആഗ്രഹമുള്ളവരുണ്ട്. റഹ്മാനെ, പാവങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനെ, ഞങ്ങൾക്കൊക്കെ അതിനുള്ള ഭാഗ്യം നീ നൽകുക റഹ്മാനെ. ആമീൻ. ഹൃദയം പൊട്ടി ദുആ ചെയ്യാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും. അതിനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കണ്ടവർക്ക് വീണ്ടും കാണാനുള്ള ആഗ്രഹവും ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ആ കണ്ണിൽ ഇതിങ്ങനെ ഉദിക്കും അത്രേ, ആ ഒരു പച്ചക്കുബ്ബ. റബ്ബേ, അവിടുന്ന് വേർപെട്ട് പോരുമ്പോൾ ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വല്ലാത്ത സങ്കടമാണ് ഹബീബിൻ്റെ ചാരത്തു നിന്ന് തിരിച്ചിങ്ങനെ പോരുമ്പോഴേ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കാൻ തോന്നുന്നത്. ഓ, അതിങ്ങനെ കണ്ണിൽ നിന്ന് മറയുമ്പോൾ റബ്ബേ അല്ലാ, എന്തൊക്കെ തന്നെ റഹ്മാനെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. ആമീൻ. പ്രിയപ്പെട്ടവർ, അറബിയുമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് എല്ലാവരും ക്ഷമിക്കണം. അറബിയുമ്മ എന്ന് വെച്ചാൽ നമ്മളെ മദീനയുടെ അടുത്ത്, റൗള ഷെരീഫിൻ്റെ അടുത്ത് മദീനയിൽ താമസിക്കുന്ന ഒരു മഹദിയാണ്. നമുക്ക് കാണാൻ, എനിക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കാണാൻ കഴിയുമോ എന്തോ ഒന്നും അറിയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ കഥാപാത്രങ്ങൾ അതെല്ലാം അറബിയുമ്മയോടനുബന്ധിച്ച് ഞാനങ്ങനെ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ.
പക്ഷേ നല്ല സഹായം ചെയ്യുന്ന സ്ത്രീ ആയതുകൊണ്ടും നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്ത്രീ ആയതുകൊണ്ടും തന്നെ അവരിലൂടെ നല്ലതൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഷാമിലിനോട് നമ്മുടെ അറബി ഉമ്മ പറഞ്ഞ കാര്യം, മോനെ ഷാമിൽ നീ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്നില്ലല്ലോ ഷാമിൽ, എവിടെയാ മോനെ? കാണാനുള്ള കൊതി കൊണ്ടാണ്. എന്നാൽ അറബി ഉമ്മക്ക് എപ്പോഴും ഇഷ്ടം എല്ലാവരും സന്തോഷത്തിൽ ഹാപ്പിയായി ഇരിക്കുക എന്നതാണ്. എന്നാലും അറബി ഉമ്മയെ തോൽപ്പിക്കാൻ ചില ആളുകളും മെനക്കെട്ട് ഇറങ്ങാറുണ്ട്. അവരെയൊക്കെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനേ അറബി ഉമ്മ ശ്രമിക്കാറുള്ളൂ. ഒരിക്കൽ പോലും അവരെ ദേഷ്യം പിടിച്ച് അവരെ ശിക്ഷിക്കുക അങ്ങനത്തെ രീതിയിലല്ല, സ്നേഹം കൊണ്ട് നല്ലത് പറഞ്ഞ് നന്നാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അറബി ഉമ്മ വീണ്ടും ഷാമിലിനെ അത് വിളിക്കുന്ന, മോനെ ഷാമിൽ അവരെത്തിയെങ്കിൽ കൊണ്ടുവരണേട്ടോ. പിന്നെ തലാലിൻ്റെയും ഒക്കെ ഫംഗ്ഷന് ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ലേ, അതുകൊണ്ട് തന്നെ വലിയൊരു ഇഫ്താർ പാർട്ടിയിലൂടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താ മോനെ ഷാമിൽ? ആ പിന്നെ നാട്ടിലുള്ള പലരോടും ഇനി പറയാനുണ്ട്. അവരൊക്കെ ഇവിടെ വന്നവരല്ലേ. ആ നമ്മുടെ നാഫി ഉസ്താദിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ അമ്മാവൻ്റെ മകള് മുർഷിദ, അതൊക്കെ മോൻക്കറിയില്ലായിരിക്കും. അവരെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒത്തിരി ഇവിടെയൊക്കെ നിന്നതാണ് അവരൊക്കെ കാണാനും കൊതിയുണ്ട്. എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂട്ടിയിടിഞ്ഞ് ഇഫ്താർ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത്ര ലാഗ് വന്നില്ലേ ഈ ഒരു കാര്യത്തിലൊക്കെ. കുഴപ്പമില്ലല്ലോ, നോമ്പെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസികൾക്ക് എപ്പോഴും സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയാണല്ലോ. പകലുകളിൽ ഇബാദത്തുകളും കാര്യങ്ങളും, രാത്രിയിൽ നോമ്പുതുറ നിസ്കാരം, അങ്ങനെയൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇഫ്താർ പാർട്ടി എന്ന് വെച്ചാൽ അത് കുറഞ്ഞ രീതിയൊന്നല്ല. എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് നമുക്ക് ഇഫ്താർ പാർട്ടി ഇവിടെ വെക്കാലോ മോനെ. എന്തായാലും മോനെ അവരെ കൂട്ടിങ്ങ് വാട്ടോ ഇൻഷാ അല്ലാഹ്. അറബിയമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളിയിൽ ഷാമിൽ ശരിക്കും സന്തോഷിച്ചു പോയി. റബ്ബേ, എത്ര വലിയ ഉന്നത കുലത്തിൽ പിറന്ന, അല്ലെങ്കിൽ എത്രയോ സമ്പത്തുകളുള്ള സ്ത്രീയാണ്, ഒരു മഹതിയാണ്. എന്നിട്ട് പോലും പാവപ്പെട്ട് എന്നെ വിളിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഒരു ലോലതയാണല്ലോ അത്. എന്നാൽ എങ്ങനെയെങ്കിലും ഷാമിലിനെ അവർ രണ്ടുപേരെയും കൊണ്ടുപോകണം എന്ന് തന്നെയായിരുന്നു കാര്യം. ഉമ്മുൽ ഖൈറിനോട് സൂചിപ്പിക്കണം. പാവമാണ് അവർ, സ്വന്തം ഭർത്താവിനെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന അവർ. അന്ന് അജ്വ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷാമിലിന് ആ ഒരു കോള് വന്നത്. എത്രയും പെട്ടെന്ന് നേരെ ഉമ്മുൽ ഖൈറിൻ്റെ അടുക്കലേക്ക് എത്തണം എന്നും അവൻ ആഗ്രഹിച്ചു. കാരണം റസിയയോട് കാര്യങ്ങൾ പറയണം, നേരെ മുത്തുവിനോടും. പക്ഷേ അവർ അറിയില്ല, ആ അറബി അവിടെയുള്ള ഗദ്ദാമ അവരെത്ര പോരെന്ന് തോന്നുന്നു. ഷാമിലിൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വന്നു. ആ നിമിഷം അവൻ ഉപ്പയെക്കുറിച്ച് ഓർത്തു. അല്ലാ, ഉപ്പാനൊന്നും വിളിച്ചില്ലല്ലോ. എന്നും വിളിക്കുന്ന ഉപ്പയെ അന്ന് വിളിച്ചില്ല. ഫസ്റ്റ് ഉപ്പയെ വിളിക്കാം, ഉമ്മ ഏതായാലുമില്ലല്ലോ. അള്ളാഹുവേ, എൻ്റെ ഉമ്മയുടെ കബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കല്ലാ. നേരെ അതാ ഷാമിൽ ഉപ്പാക്ക് വിളിക്കുകയാണ്. പതിവ് പോലെ അവിടുത്തെ ഹോം നേഴ്സായിരുന്നു ഫോൺ എടുത്തത്. ഹലോ. ആ എൻ്റെ ഉപ്പ. ആ മോനായിരുന്നോ? ഓക്കെ, ഞാൻ കൊടുക്കാം കേട്ടോ. ഉപ്പാക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും മോനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, മക്കളെയും ചോദിക്കുന്നുണ്ട്. അത് അന്ന് നീ കൊണ്ടുവന്നിരുന്നല്ലോ ചെറിയ മക്കളെ, ഉപ്പയുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട്. ആ അവരെയും ചോദിക്കുന്നുണ്ട് മോനെ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ് ഉപ്പാക്ക് ഇവിടെ. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് മോനെ. പിന്നെ മോനെ ആ മക്കളെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ശരിക്കും ഹോം നേഴ്സിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ഷാമിൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അത് ഞാനിവിടെ വിദേശത്താണ്, പക്ഷേ മക്കൾ നാട്ടിലുണ്ട്. അപ്പോൾ മോനെ എന്നാൽ മക്കളെ കൂട്ടി വരാൻ പറ ആരോടെങ്കിലും. ആരാണ് ഉള്ളത്? അത് എളാമയാണ്. എൻ്റെ ഉമ്മ മരിച്ചു പോയതാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ എളാമയാണുള്ളത്. ഓ അങ്ങനെയല്ലേ. എന്നാൽ മോനെ എളാമയോടൊന്ന് വിളിച്ചാൽ മക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹം പറയുന്നുണ്ട്. എന്താ ചെയ്യുക കേട്ടോ, കാരണം ഇവിടെ ഇങ്ങനെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ എൻജോയ്മെൻറ്റും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ മോനെ സ്വന്തം മക്കളുടെ കൂടെ പേരക്കുട്ടികളുടെ കൂടെയൊക്കെ ജീവിക്കുക എന്ന് പറയുമ്പോഴേ ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കും അതിനേക്കാൾ വലിയൊരു സുഖം സന്തോഷം കിട്ടൂല. അത് എന്തൊക്കെ തന്നെയാലും എത്ര ഞങ്ങൾ പാലും തേനും കൊടുത്ത് വളർത്തിയാലും എത്ര കെയർ ചെയ്താലും അവർക്ക് ആ കുട്ടികളുടെ കിളിക്കൊഞ്ചലുകളും ആ ഒരു വികൃതിയും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും.
മോനെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉപ്പ ഒട്ടും തൃപ്തിയല്ല എന്നല്ല, ഉപ്പ ഓക്കെയാണ്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു വേദനയൊക്കെ ഉപ്പാക്കുണ്ട്. അതെ, മക്കളൊന്ന് കാണണം എന്നുള്ളതായിരിക്കും. എങ്ങനെയെങ്കിലും മോനെ അതൊന്ന് പറഞ്ഞ് ഉപ്പയുടെ കരുന്ന് കൊടുക്കുമോ? ആ, കൊടുക്കാമല്ലോ ഉപ്പ. ഇതാ. ആരാണ്? ഉപ്പാൻ്റെ മോനാണ്. മോനോ? മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഉപ്പ. എന്തിൻ്റെ ഉപ്പാക്ക്? ഉപ്പാനെ നോക്കാൻ ആരൊക്കെ ഉണ്ടല്ലോ അവിടെ. ഉപ്പാനെ സന്തോഷിപ്പിക്കാനൊക്കെ ഉണ്ടല്ലോ ആരൊക്കെ. എന്തിൻ്റെ ഉപ്പാക്ക് പറ്റിയത്? മോനെ, ഒന്നുമില്ലടാ. ഉപ്പാക്ക് ഇവിടെ വളരെ സുഖമാണ്. പക്ഷേ അല്ല, എൻ്റെ ഉപ്പാക്ക് ഇപ്പോൾ ശരിക്കും എങ്ങനെയുണ്ട്? സ്ട്രോക്കിൻ്റെ അതൊക്കെ മാറിയോ? ഉപ്പാക്ക് ഏറെക്കുറെയൊക്കെ സുഖമായിക്കണം മോനെ. ഇപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലാണ്. എന്തേ ഉപ്പ? മോനെ, നമ്മുടെ മക്കളെങ്കിലും എനിക്കൊന്ന് കാണണം. അല്ലെങ്കിൽ എൻ്റെ കുട്ടിയൊന്ന്, മോനിവിടെ എല്ലാം എനിക്കറിയാം. മോനക്ക് വരാൻ ബുദ്ധിമുട്ടുമായിരിക്കും. എൻ്റെ പൊന്നു മോനെ, മക്കളെ ഒന്ന് കാണാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ മോനെ? ഉപ്പ, ഞാൻ നോക്കട്ടെ, വീഡിയോ കോളൊക്കെ ഒന്ന് ചെയ്തിട്ട്. മോനെ, ഓൾ എന്നെ വിളിക്കൂല മോനെ. ഉപ്പ, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ട്. അതൊക്കെ അറിയാമല്ലോ. എന്നിട്ടും മോനെ, നിങ്ങളളാമ അവൾ എന്നെ നോക്കും, സംരക്ഷിക്കൊന്നുമില്ല. അതൊന്നും വേണ്ട എനിക്ക്. ഉപ്പാൻ്റെ കുട്ടി, ആ ഒരു കുട്ടികളൊന്ന് കാണാനുള്ള എന്തെങ്കിലും എനിക്ക് ഓലെ കാണാനുള്ള പൂതി കൊണ്ടാണ്. മക്കൾ എവിടെ എന്താ ഏതറിയില്ല. ഉപ്പ, ഒന്ന് വിഷമിക്കല്ലേ. നിങ്ങൾ എന്തായാലും ഇത്താത്തവനോടെ ഒന്ന് പറയാം. ഇത്താത്തയും മക്കളും വരുമ്പോഴേ കുട്ടികളെ കുട്ടി വന്നോളൂ കേട്ടോ. അതായിരിക്കും നല്ലത്. ശ്യാമൽ ഉപ്പയെ സമാധാനപ്പെടുത്തി. ഒരു നിമിഷം ശ്യാമൽ വിചാരിച്ചു, റബ്ബേ പാവാണ്. എത്രയൊക്കെ തന്നെ ആരൊക്കെ തന്നെ എത്ര ഹോം നേഴ്സായാലും എന്തൊക്കെ തന്നെയായാലും ആര് നോക്കിയാലും സ്വന്തം ഭാര്യയും മക്കളും ഉള്ള അവരുടെ കൂടെ ജീവിക്കണം ആ സുഖമൊന്നും കിട്ടില്ലല്ലോ. പക്ഷേ ഭാര്യ, പഠിച്ചോനെ, എൻ്റെ ഉപ്പ അങ്ങനെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ വിഷമത്തിലായിരിക്കും. ശ്യാമിൽ അതെല്ലാം ഉപ്പയിൽ നിന്ന് മറച്ചു വെച്ചു. ഉപ്പയെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം എന്നും അവരോട് ആവശ്യപ്പെടുകയായിരുന്നു. ഉപ്പാൻ്റെ മോനെ, എന്തെങ്കിലും ഉപ്പാക്ക് ആയിക്കോട്ടുപ്പാ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. എന്നാൽ ഹോം നേഴ്സിൻ്റെ കൈകളിൽ ഫോൺ തിരികെ കൊടുത്ത പിതാവ്, അത് എൻ്റെ ഉപ്പയെ നല്ല രീതിയിൽ, മോനെ ആ കാര്യത്തിലൊന്നും മോനെ വിഷമിക്കണ്ട. ഉപ്പാക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ മക്കളെ കാണുന്നില്ല എന്നുള്ള വിഷമം മാത്രമേ ഉപ്പാക്ക് ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഉപ്പയെ കൊണ്ട് കൊണ്ടുവന്നിരുന്നത്? ആ ഉപ്പതാ ഇപ്പോൾ ശരിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ചെറിയൊരു സപ്പോർട്ടുണ്ട് എങ്കിലും ആ ഒരു കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വീൽ ചെയറിലേക്കാക്കി അതാ ചെയറിലിരുന്ന് ഇപ്പോഴിതാ ഓരോ അടി വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റയ്ക്കല്ല, ശരിയാണ്, ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പാക്ക് ഇപ്പോൾ മനസ്സിനുള്ളിൽ ഓരോ ആഗ്രഹമാണ്, മക്കളെ കാണണം എന്നൊക്കെ. മോനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ കേട്ടോ മോനെ. ഇൻഷാ അല്ലാ. ഷാമിൽ ഫോൺ കട്ട് ചെയ്തു. അതെ, എൻ്റെ ഉപ്പ ഈ ഒരു പ്രായത്തിൽ ആഗ്രഹിക്കുന്നത് അതെ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ സ്നേഹമാണ്. അതെ, ഭാര്യയുടെയും ആ ഒരു കരുതലും സ്നേഹവും. ആരൊക്കെ തന്നെ സ്നേഹം വാരിക്കോരി കൊടുത്താലും സ്വന്തം ഭാര്യയും മക്കളും കൊടുക്കുന്ന പോലെ ആവില്ലല്ലോ. എളാമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം. എളാമ്മ, ഞാൻ എൻ്റെ ഫോണ് പോലും അത് നോക്കുന്നില്ല. കാരണം എന്തെനിക്കറിയുന്നില്ല റബ്ബേ, എൻ്റെ വീട്ടിലൊന്നും ഒരു ഹറാമ് നടക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഷാമിൽ അത് ഓപ്പൺ ചെയ്യുകയാണ്, ഫോണിലേക്ക് നോക്കുകയാണ്. അവൻ സാധാരണയായി ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഫോണ് മറ്റൊരു ഫോണിലായിരുന്നു. എന്നാൽ സാധാരണ വിളിക്കുവാനുള്ളത് മറ്റൊന്നിലായിരുന്നു. കാരണം വർക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇതായിരിക്കും യൂസ് ചെയ്യുക. അവനതെടുത്ത് നോക്കി. എന്നാൽ ആ ഒരു ക്യാമറയിൽ പതിഞ്ഞ് കണ്ട സത്യങ്ങൾ ശരിക്കും അവനെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എൻ്റെ റബ്ബേ, എന്തൊക്കെ റബ്ബേ ഞാനീ കാണുന്നത്? ക്യാമറ അത് തകർത്തിരിക്കേ, ആകപ്പാടെ ഒരു മങ്ങലും ഒരു എന്തൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. അത് ഓഫ് ചെയ്ത പോലെയോ അറിയുന്നില്ല. എളാമ്മ ഇത്രയധികം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോ? എനിക്കറിയുന്നില്ല. വീട്ടിലെ ക്യാമറ ക്ലാരിറ്റി കുറവ്, അതിലൊന്നും തന്നെ വ്യക്തമായി കാണുന്നില്ല. പക്ഷെ ചില മനുഷ്യരൂപങ്ങൾ അതങ്ങനെ കാണുന്നുണ്ട്.
വേറെതായിട്ട് ഒന്നുമില്ല. ശരിക്കും ഷാമിൽ വിചാരിച്ചു, എളാമ എന്നെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അതെ, ഞാൻ ആ മക്കളെ വിചാരിച്ചിട്ട് എളാമ എന്നോട് സങ്കടത്തോടെ അത് ചോദിച്ചപ്പോൾ അവർക്ക് ആ ഒരു വീടും വീടിൻ്റെ താക്കോലും നൽകി. പക്ഷേ വീണ്ടും എന്തൊക്കെയോ ചതികൾ അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ മക്കൾ, എൻ്റെ അനിയത്തിമാർ, റബ്ബേ അവർ നീ കാക്കണേ അല്ലാ. ഷാമിലിന് വല്ലാത്ത സങ്കടമാണ് തോന്നിയത്. എളാമ വീണ്ടും തുടങ്ങിയിരിക്കുന്നു തെറ്റായ കാര്യങ്ങൾ എന്നുള്ളത് അവൻക്ക് അതിലൂടെ ബോധ്യപ്പെട്ടു. വളരെയധികം നിരാശയായി അവന്. മുത്തുവിനോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം, എന്ത് ചെയ്യും? എന്നാൽ മുത്തു എൻ്റെ അജുവ തോട്ടത്തിലല്ല, കുറേ ദൂരം അപ്പുറം. അങ്ങോട്ട് എനിക്ക് ചെല്ലേണ്ട ആവശ്യവുമില്ല. ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്നാൽ തന്നെ അറബി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഫോണിലൂടെ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ തന്നെ ഷാമിൽ മുത്തുവിനെ വിളിക്കുന്നു. ഹലോ, ആ ഷാമിൽ, എങ്ങനെയുണ്ട് മുത്തു? കുഴപ്പമൊന്നുമില്ലടാ, നമ്മൾ ക്യാഷ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി വന്നതല്ലേ. ഇവിടെ കുഴപ്പമില്ല, നല്ല ചൂടും വെയിലൊക്കെ ആയിരിക്കില്ലേ. എത്ര ടൈമാണ് ഡ്യൂട്ടി ടൈം കുറച്ച് കൂടുതലുണ്ട്. സാരില്ല, നമ്മളിപ്പോൾ ദുനിയാവിലിങ്ങനെ വെറുതെ നിന്നിട്ടിപ്പോൾ എന്താ, കഷ്ടപ്പെട്ട് അധ്വാനിക്കുക തന്നെ, പാവങ്ങൾക്ക് കൊടുക്കുക, അതെങ്കിലും ആയില്ലേ. എനിക്ക് ആരുമില്ലല്ലോടാ, എനിക്ക് ആരുമില്ല. എൻ്റെ ഉമ്മ പോയി. എൻ്റെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാം, പള്ളിക്കൊക്കെ കുറച്ച് പൈസ അയച്ചു കൊടുക്കണം, നോമ്പൊക്കെ അല്ലേ. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അല്ല, സാലറി ഇല്ല, കിട്ടിയില്ല. അല്ല, കിട്ടുമ്പോഴേ ആയിക്കോട്ടെ. പിന്നെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഒരിക്കൽ പോലും കരുതിക്കുട്ടി ഞാൻ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ഏയ്, അതൊരു വിഷയമേ അല്ല മുത്തു പറയുകയാണ്. ഇൻഷാ അല്ലാ ഒരിക്കലും നമുക്ക് കാണാം കേട്ടോ, ലീവുള്ള ദിവസം തന്നെ ആയിക്കോട്ടെ. എന്നാൽ ഷാമിലിന് വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം എത്ര വിശ്വസിച്ചാണ് അവരെ ഞാൻ കൂടെ കൂട്ടിയത്. എന്നാൽ പാതി വഴിയിൽ വെച്ച് അതങ്ങ് വേർപെട്ട പോലെ. അത് റസിയ, അവൾ ഗദ്ദാമയുടെ കീഴിൽ, അതെ അവിടെ അറബി വീട്ടിലും. പാവം മുത്തു ചൂടുള്ള ഈത്തപ്പഴം മരത്തിൻ്റെ തോട്ടത്തിനിടയിലും. അവന് ഒരുപാട് ടൈം ജോലിയുണ്ടാവും. ഞാൻ ഒരിക്കൽ പോലും അതല്ല കരുതിയിരുന്നത്. ഞാൻ വിചാരിച്ചത് അതെ അജുവയിലേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ റബ്ബേ. അവൻ്റെ മനസ്സ് വല്ലാതങ്ങ് വേദനിച്ചു. എന്നാലും അറബിയമ്മ വിളിച്ചിട്ടുണ്ട്. അറബിയമ്മ വിളിച്ച് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് അവനോട് പറയണം. അത് റസിയയോടും. എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നൊന്നും പറയാൻ പറ്റില്ല. അവർ ഓക്കെ ആയിരിക്കും. പക്ഷേ അർബാവ് അല്പം ക്രൂരനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ലീവ് കിട്ടുന്ന കാര്യം അതൊന്നും പറയാൻ പറ്റില്ല റബ്ബേ. ഷാമിൻ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനിച്ചു. എന്നാൽ അന്ന് തന്നെ ഷാമിലത നേരെ പോകുന്നത് ഉമ്മുൽ ഖൈറിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഉമ്മുൽ ഖൈർ വീട്ടിലേക്ക്, അതായത് അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ പറയാറുള്ളതൊക്കെ ഷാമിലിനോടാണ്. ഷാമിലാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായി വന്നിട്ട് മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഭയമാണ്. കാരണം എൻ്റെ അർബാവിന്, അതായത് അവളുടെ ഭർത്താവിന് ഒട്ടും ഇഷ്ടമല്ല ഷാമിലിനെ. ഷാമിൽ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ പൊന്നുമോൻ്റെ രീതിയിലാണ് ഞാൻ അവനെ കെയർ ചെയ്യുന്നത്. അത് എനിക്ക് മക്കളില്ലായിട്ട് എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് അവനെ ഞാൻ കാണുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും എല്ലാം അവൻ തന്നെയാണ്. 3 ദിവസമായിട്ടും ഇപ്പോൾ ഷാമിലിനെ കാണാത്തത് കൊണ്ട് തന്നെ ശരിക്കും ഭയന്നിരിക്കുന്നുണ്ട് ഉമ്മുൽ ഖൈർ. വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, റസിയയെ കൊണ്ടുവന്നതും റസിയയെ അവിടുത്തെ അടുക്കളക്കാരിയാക്കിയതും അതുപോലെ ഗദ്ദാം ആ ഫോട്ടോ കാണിച്ചു തന്നതും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ശരിക്കും ടെൻഷനുണ്ട്. കാരണം റബ്ബേ, റസിയ എന്ന് പറഞ്ഞാൽ നല്ല പെൺകുട്ടിയാണ്. പക്ഷേ എൻ്റെ ഭർത്താവും ഗദ്ദാമയും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർ 2 പേരും ഒന്നിനൊന്ന് മെച്ചാണ് രണ്ടാളും. കാരണം ഒന്നിനും മടിക്കാത്തവർ, പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നവർ. അറബിയുടെ ഇഷ്ടത്തിനൊക്കെ ഗദ്ദാം എന്തിനും വേണമെങ്കിൽ കൂട്ടുനിന്ന് കൊടുക്കും. അങ്ങനെയുള്ള പല തെറ്റുകളും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവാണ് ശരിയൊക്കെ തന്നെ. ഭർത്താവായാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ തോന്നും റബ്ബേ, എന്തിനാണ് ഇത്രയും വിഷമം അനുഭവിച്ചുകൊണ്ട് ഇന്നെവിടെ നിർത്തുന്നതെന്ന്. ഒരുപാട് സ്വത്തും സമ്പത്തും ക്യാഷൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പിതാവ് തന്നത് തന്നെയാണ്, അജുവ തോട്ടമൊക്കെ. അതൊക്കെ തിരിച്ച് കൈക്കലാക്കണം എന്നുള്ള ആഗ്രഹം അറബിക്കുണ്ട്. അതുമാത്രമല്ല, സ്വാലിഹ ഒരു ഭർത്താവായിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കാമായിരുന്നു എല്ലാം. അങ്ങർക്ക് വേണ്ടി ഞാൻ എന്തും കൊടുക്കും, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം
ഒരിക്കൽ പോലും നല്ലതല്ല. പല തെറ്റുകളും ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും കൊടുത്തിട്ട് ഒരു ഉപകാരവുമില്ല. അതുതന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും. ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്കിലും അതുകൊണ്ട് അവർക്ക് കൊടുത്ത പ്രതിഫലമെങ്കിലും കിട്ടും. എൻ്റെ ഭർത്താവിന് കൊടുത്താൽ ഒരു പക്ഷേ അതെല്ലാം അങ്ങ് വിറ്റ് നശിപ്പിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾക്കൊക്കെ വേണ്ടി വേണ്ട റബ്ബേ വേണ്ട, അതവിടെ നിൽക്കട്ടെ. പലതവണ ഭർത്താവ് എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അജുവ ഈത്തപ്പഴത്തോട്ടം അദ്ദേഹത്തിൻ്റെ പേരിലാക്കി ഒപ്പിട്ട് തരാൻ. പക്ഷേ ഞാൻ പിടിച്ചു നിന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നോട് വലിയ ദേഷ്യമാണ്. ഗദ്ദാമയും അറബിയും അങ്ങോട്ട് ഒക്കും. ഇപ്പോഴിതാ റസിയയെ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് കാണിച്ചു തരികയാണ് എനിക്ക്. അവർക്ക് സങ്കടമാണ് അതെല്ലാം. എന്നാൽ റസിയയുടെ കാര്യത്തിൽ നല്ല ഭയമുണ്ടായിരുന്നു ഉമ്മുൽ ഖൈറിന്. പഠിച്ചവനെ നീ കാക്കല്ല, അവരെനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വരാൻ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാൻ, അതും അങ്ങ് തട്ടിയെടുത്ത് കളഞ്ഞു. എന്നാൽ റസിയ ജോലി ചെയ്യുമ്പോഴെല്ലാം അറബി പിന്നാലെ തന്നെ ഉണ്ടാകും. അവൾക്കത് വല്ലാത്തൊരു മടുപ്പായിരുന്നു. അവൾക്കത് ഭയമായിരുന്നു. റബ്ബേ, എങ്ങനെ സ്വസ്ഥമായി ഇവിടെ ജോലി ചെയ്യും? ഇതിപ്പോൾ ഞാൻ അടിച്ചു വാരുവാനും തുടക്കുവാനും ഒക്കെ ചെല്ലുമ്പോഴൊക്കെ അറബിയാണെങ്കിൽ നോക്കി നിൽക്കും. എനിക്ക് പേടിയാണ് അത്. എന്നാൽ അയാൾ വരുമ്പോൾ ജോലി നിർത്തും. എന്താ ജോലി നിർത്തുന്നത്, ചെയ്തോളൂ എന്ന് പറഞ്ഞ് അയാൾ സപ്പോർട്ട് ചെയ്യും ഓരോന്ന് പറഞ്ഞിട്ട്. എന്തെന്നറിയില്ല, അറബിയുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ അതും അറിയില്ല. അതുകൊണ്ട് തന്നെ റസിയക്ക് ഭയമായിരുന്നു. അദ്ദേഹം ഉള്ളിടത്തേക്ക് പോകുവാനും അദ്ദേഹം ഇരിക്കുന്ന ഭാഗം ക്ലീൻ ചെയ്യുവാനും ഒക്കെ പോകാൻ റസിയക്ക് ഭയമാണ്. എങ്കിലും റസിയെ വിളിക്കും, ഇവിടെ നന്നാക്കൂ അവിടെ നന്നാക്കൂ എന്നൊക്കെ അയാൾ കൽപ്പിക്കും. എന്നാൽ ഗദ്ദാം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുമുണ്ട്. എന്നാൽ റസിയക്ക് ഭയമായിരുന്നു. അവർ ഗദ്ദാമിയോട് പറയും, നിങ്ങൾ ചെയ്തോളൂ. എന്തിനാ പെണ്ണെ നീ ചെയ്യേ, ഞാൻ കുറേ ചെയ്തതാണ്, ഇനി മോള് ചെയ്യേ അവിടെയൊക്കെ ക്ലീൻ ചെയ്തോട് പോയിട്ട്. അങ്ങനെയൊക്കെ തന്നെയല്ലേ അറബികളുടെ പ്രീതി പിടിച്ചു പറ്റില്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില അറബികൾക്ക് മസാജ് വരെ ചെയ്തു കൊടുക്കേണ്ടി വരും. അത് കേട്ടാ ശരിക്കും റസിയ ഞെട്ടി. എന്ത്? ആ മോളെ, അതിനെന്താ, അറബികളെന്ന് വെച്ചാൽ നമ്മൾ ഗദ്ദാമകളാകുമ്പോൾ അവരുടെ അടിമകളെ പോലെയാണ്. അവരാവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. എല്ലായിടത്തും അങ്ങനെയൊന്നല്ല. പക്ഷേ നമ്മൾ ഈ അറബി കുറച്ച് അതിൽപ്പെട്ട ടീമാണ്. കുറച്ചൊക്കെ അറബിക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുത്താലേ നമുക്ക് വാരിക്കോരി തരും. അങ്ങോട്ട് നിന്ന് കൊടുക്ക്. എന്നാൽ റസിയക്ക് ഭയം തോന്നി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അള്ളാഹിനെ ഭയന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതെ, അവൾ ഓർത്തു, എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു, മുത്തു. പക്ഷേ മുത്തു അദ്ദേഹം ഇപ്പോൾ വേർപിരിഞ്ഞു പോയി. അതിനുശേഷം പടച്ച റബ്ബിനോട് മാത്രം എനിക്ക് അള്ളാ മാത്രം മതി, വേറൊന്നും വേണ്ട. എന്നാൽ അറബി നൽകിയ ആ ഒരു ക്യാഷ് ഉമ്മാക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ സെറ്റപ്പുകളും അവൾ ചെയ്തു. ഉമ്മയുടെ വീട്ടിൽ ക്യാഷ് എത്തി. ശരിക്കും ആ ഉമ്മ ആ ക്യാഷ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രയധികം ക്യാഷോ, അതും എൻ്റെ കുട്ടി പോയി അധ്വാനിച്ച് ഇത്ര ഉണ്ടാക്കാൻ തുടങ്ങിയോ ഇത്ര പെട്ടെന്ന്? അല്ലാ. എന്നാൽ മോളുടെ ഫോണും, ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. മോളെ, പൈസ കിട്ടി മോളെ. മോൾക്ക് ഇത്രയധികം പൈസ കിട്ടാനൊക്കെ എൻ്റെ കുട്ടിക്ക് എന്ത് ജോലിയാണ് അവിടെ ഉള്ളത്? ഉമ്മ, ജോലി വീട്ടിലാണ്, ക്ലീനിങ് ഒക്കെയാണ്. മോളെ, ഇത്രയധികം ക്യാഷ് കിട്ടുമോ? എൻ്റെ കുട്ടി തെറ്റായ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ ഭയന്നു. ഉമ്മ, എന്താ ഉമ്മ പറയുന്നത്? നല്ല മാന്യമര്യാദയിൽ തന്നെ ഇവിടെ കിച്ചണിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ക്യാഷ് എനിക്ക് അറബി സംഭാവനയായിട്ട് അങ്ങനെ തന്നതാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ ജോലി ചെയ്തതിൻ്റെ സാലറി കിട്ടിയിട്ടില്ല എനിക്ക്. അതതിനു മുമ്പായിട്ട് തന്നതാണ്. മോളെ, എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. യാ നഫ്സി, നമ്മൾ മനുഷ്യറിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ തടിയേ ഉണ്ടാവുള്ളൂ. പൊന്നു മോളെ, ഉമ്മാക്ക് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം, തെറ്റിലൊന്നും പെട്ടു പോകരുതിട്ടോ മോളെ. പിന്നെ ഖബറിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം. ഉമ്മാൻ്റെ കുട്ടി അയച്ച ഈ പൈസയിൽ നിന്ന് എന്താ ഞാൻ ചെയ്യേണ്ടത്? കുറച്ച് നമുക്ക് എത്തിമക്കൾക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമല്ലോ അല്ലേ ഉമ്മ? അതെ, റമദാൻ മാസമൊക്കെയല്ലേ വരുന്നത്. ആ ക്യാഷിൽ നിന്ന് കുറച്ച് സ്വതക്ക നൽകണം ഉമ്മ. എന്തൊക്കെ തന്നെയാലും എനിക്ക് കിട്ടിയ ക്യാഷല്ലേ ഉമ്മ, അങ്ങനെ ചെയ്തോളൂ.
ആ ഉമ്മ മകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അല്ല മോളെ, ഈ അറബി എന്ന് പറഞ്ഞത് എങ്ങനെ, ആം, നല്ല സ്വഭാവമൊക്കെ ഉള്ള ആളാണോ? ഉമ്മ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ആ മോളെ, ചില അറബികളെ ഒന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാലേ അവർ നല്ല രീതിയിൽ വാരി കോരി തരും. എന്തായാലും അവിടെ പിടിച്ചു നിന്നോ കേട്ടോ മോളെ. ഉമ്മ, ഞാൻ ഇൻഷാ അള്ളാ നോക്കട്ടെ. പക്ഷേ ഈ ജോലി അല്ലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് അപ്പുറത്ത് ബീവിയുണ്ട്, അറബിയുടെ ഭാര്യ. അവരുടെ കീഴിലേക്കായിരുന്നു ഞാൻ വരാനിരുന്നത്. പക്ഷെ ജോലി മാറിപ്പോയി. എന്നാൽ ഉമ്മ പറഞ്ഞു, മോളെ തെറ്റുകളൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിലേ കിട്ടുന്നിടത്ത് അവിടെ നിന്നോ. എന്തൊക്കെ തന്നെയാലും പൈസ കിട്ടണ മുടക്കണ്ട. നമ്മളെ വീടും കോലൊക്കെ ഈ കണ്ടക്കണില്ലേ, അതൊക്കെ ഒന്ന് നന്നാക്കും ചെയ്യാം. എന്തേ ഉമ്മ? അത് എന്തായാലും ഈ ഒരു പൈസ കൊണ്ട് നമുക്ക് വീടൊന്നും നന്നാക്കണ്ട. അത് ഉമ്മ പാവങ്ങൾക്കും ഉമ്മാക്ക് ചിലവിനുള്ളതും എടുത്തോളി കേട്ടോ. ആ മോൾ എങ്ങനെയെങ്കിലൊക്കെ അവിടെ പിടിച്ചു നിന്നോ. നമ്മളെ വീടൊക്കെ നമുക്ക് നന്നാക്കണേ. നമ്മളെ വീടൊക്കെ എടുക്കണ കോലി കണ്ടിട്ടില്ലേ, അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. എന്തായാലും അവിടെ തന്നെ പിടിച്ചു നിന്നോ. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നോ എന്ന് റസിയക്ക് തോന്നിപ്പോയി. കാരണം കിട്ടിയ സന്തോഷത്തിൽ എന്തൊക്കെയോ പലതും പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതൊന്നുമില്ല. പണം കണ്ടാൽ ചിലർക്ക് കണ്ണ് പുളിക്കും, പണം കണ്ടാൽ അഹങ്കാരം കൂടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉമ്മാക്ക് ഒന്നും ഉണ്ടാവൊന്നുമില്ല. അവൾ വിചാരിച്ചു, ആ മോളെ അവിടെ തന്നെ പിടിച്ചു നിന്നോ. പൈസ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ. അറബി തരുന്നൊന്നും വേണ്ട ഒന്നും പറയണ്ട. അവരൊക്കെ ഇഷ്ടം പോലെ ഉള്ള ആൾക്കാരല്ലേ കേട്ടോ. ആ ഉമ്മ ആയിക്കോട്ടെ. റസിയ അതാ എന്ന് സലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവൾ ജോലിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഗദ്ദാമ അവളോട്, ആഹാ ജി വീണ്ടും തുടങ്ങിയോ ജോലി? എപ്പോഴും 24 മണിക്കൂറും ജോലി ചെയ്ത് വിചാരിച്ച് കണ്ട് എന്നും അറബി പൈസ തരുന്നൊന്നും ഇല്ല കേട്ടോ. അത് കളിയാക്കിക്കൊണ്ട് ഗദ്ദാമ്മയുടെ ആ ഒരു ചോദ്യം കേട്ട അവൾക്ക് ശരിക്കും വല്ലാത്തൊരു വിഷമം തോന്നി. അതൊന്നല്ല ഞാൻ. എന്നാൽ ഈ സമയം അറബി അതാ റസിയെ വിളിക്കുന്നു, ഗദ്ദാമയെ ഏൽപ്പിക്കുന്നു. റസിയെ വിളിക്കൂ, അവളോട് വരാൻ പറയൂ. എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോഴും റസിയ അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്, വരാനാണ് ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് ഇങ്ങോട്ടൊരു ചോദ്യം വേണ്ട. റസിയയെ അന്നും അതാ അറബി വിളിക്കുന്നു. എന്തിനായിരിക്കും അറബി റസിയെ വിളിക്കുന്നത്? അവൾക്ക് അല്പം ഭയം തോന്നി. പഠിച്ചോനെ, എന്തിനായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. എങ്ങനെയെങ്കിലും ഉമ്മുൽ ഖൈറിൻ്റെ ആ ഭാഗത്തേക്ക് എത്തണം എന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ഇവിടെ അത്ര എനിക്ക് സുഖം പോരാന്ന് വെച്ചാൽ ഒന്നുമല്ല, എന്തൊക്കെയോ ഒരു ഇതുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ. എന്നെ ആരൊക്കെയോ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ തുടക്കുമ്പോഴും അടിച്ചു വാരുമ്പോഴൊക്കെ ആരൊക്കെയോ എന്നെ കണ്ണുകൾ കൊണ്ട് ഒഴിയുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ റസിയക്കും ചെറുതായിട്ടൊരു തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗദ്ദാമകളായാൽ അറബികൾ പറയുന്നതൊക്കെ അനുസരിക്കണം. അറബികളുടെ അടിമകളാണ് നമ്മൾ. അതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് നിന്നില്ലെങ്കിലേ അവർക്ക് ദേഷ്യം പിടിക്കും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ റസിയ ഭയമൊന്നും പുറത്തേക്ക് കാണിക്കാതെ ജോലിയെല്ലാം നല്ല കറക്റ്റ് രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടക്കാണ് അറബി അവളെ വിളിച്ചത്. എന്തിനായിരിക്കും അറബി റസിയെ വിളിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പറ്റുമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.